ഇന്നുണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഒന്നുമില്ല, മുട്ടേൻ്റെ ഉള്ളിൽ കുറച്ച് ചമ്മന്തി എല്ലാം വെച്ചിട്ട് കഴിക്കുന്ന ഒരു സ്നാക്ക് കിട്ടാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. ഞാനിവിടെ എഗ് ബോയിലർ ആട്ടാ യൂസ് ചെയ്യണത് മുട്ട പുഴുങ്ങാനായിട്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ എഗ് ബോയിലർ. നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. ഭയങ്കര ഈസിയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഞാനിത് ഈ ഒരു റെസിപ്പിയില്ലേ പണ്ടെപ്പോഴോ നാട്ടിൽ ഇങ്ങനെ ഏതോ ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകും നമ്മുടെ ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ അതുപോലെ തന്നെ മല്ലിൻ്റെ ഇല, വിനീഗർ, ഉപ്പ്, ഇത്രയായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ചിലരെല്ലാം ഇതിലേക്ക് കുഞ്ഞുള്ളിയൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുള്ളി ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് ആട്ടോ ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി എടുത്തിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. ആ വിനീഗറിൻ്റെ ആ ഒരു വെള്ളം, ആ ഒരു ഇതില്ലേ, അത് മാത്രമാണ് ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് ഭയങ്കര ലൂസാക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ചേർത്താൽ നമ്മുടെ ബിരിയാണീൻ്റെ എല്ലാം കൂടെ കഴിക്കണം ആ ഒരു ചമ്മന്തി ആവും കേട്ടോ ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ബിരിയാണിയുടെ ചമ്മന്തി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മുട്ടേൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിലേക്ക് പുതിനയിലെല്ലാം ചേർക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. സുഖം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ എനിക്കത്ര ഇഷ്ടമല്ല. ഇവിടെ അത് ചേർക്കാത്തതാണ് ഇഷ്ടം കേട്ടോ. മല്ലീൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ്, മല്ലിയിലേൻ്റെ ടേസ്റ്റ് വരുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനിതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലരെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമ്മുടെ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ വറുത്തെടുക്കും കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ടാണ്. അത് കാരണം ഇവിടെ എപ്പോഴും സ്നാക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചമ്മന്തിയും മുട്ടയൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, മുട്ട ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കുക, ഇതിലേക്ക് കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കലില്ല, എനിക്കിങ്ങനെ തന്നെ കഴിക്കേണ്ടതാട്ടോ ഇഷ്ടം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ. ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ.